ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെയും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പുതിയ കൂട്ടുകാരൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ രാവിലെ തന്നെ അടുക്കളയത്തെ പണികളൊക്കെ ഒതുക്കി വെച്ചിട്ട് ഞാൻ പത്തിരിമയ്ക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ടാണ്. വൈകുന്നേരം നമുക്കിന്നൊരു തുറവി ഉണ്ടാക്കണമല്ലോ. നോമ്പെടുത്ത് നമ്മൾ വൈകുന്നേരം തുറക്കുമല്ലോ. അപ്പോൾ അതിന് കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ണനും അനുമോളൊക്കെ കുറേ ദിവസമായി പറയണം, നമ്മൾ നോമ്പെടുത്താൽ അന്ന് തുറക്കണ സമയത്ത് എല്ലാവരോടും വരാൻ പറയണം, പിന്നെ അടിപൊളിയായിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ അങ്ങനെ ഓരോരോ ആഗ്രഹം അങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഇതിനൊക്കെ നിന്നിട്ടുള്ളത്. അപ്പം ഞാൻ പത്തിരി പരിപാടിമേലാണ്. അനുമോളാണെങ്കിൽ അകമൊക്കെ അടിച്ചു വരികയാണ് കേട്ടോ. അമ്മയാണെങ്കിൽ പുറത്തു കൂടെ ഓരോ പണികളെടുത്തിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ പത്തിരി പരത്തലൊക്കെ കഴിഞ്ഞപ്പോൾ അടുപ്പിൽ ഏതായാലും നല്ല കണലുണ്ടായിരുന്നു ചോറ് വെന്തതിന് ശേഷം. അപ്പോൾ പിന്നെ അവിടെ തന്നെ അങ്ങോട്ട് ചൂടാന്ന് വിചാരിച്ചു കേട്ടോ. പത്തിരി ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ആദ്യം പത്തിരി ചട്ടിയിൽ അമ്മ കുറച്ച് ചുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ലോണം കരിഞ്ഞു പിടിക്കണ പോലെ എന്താണെന്നറിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അടുപ്പത്തൊക്കെ ആദ്യം വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ രാവിലെ വലിയ അനിയൻ വന്നപ്പോൾ ബീഫ് കൊണ്ടുവന്നു കേട്ടോ. ബീഫ് ബിരിയാണി മതി എന്നോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കോഴി ബിരിയാണിയാണ് വിചാരിച്ചേണ്ടത്. അപ്പോൾ അവൻ പറഞ്ഞു എപ്പോഴും ഇല്ലേ കോഴി ബിരിയാണി വെക്കണേ, അപ്പോൾ ഇന്ന് ബീഫ് മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പത്തിരി ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരുവിധം പണികളൊക്കെ എടുക്കാൻ എളുപ്പമാണല്ലോ. അപ്പോൾ പത്തിരി ചുടൽ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ആ അടുപ്പത്ത് തന്നെ ബീഫ് കൊണ്ട് വേവിച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ബീഫ് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കഴുകി ഇങ്ങനെ വെള്ളം വരാൻ വേണ്ടി വെച്ചതായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ വാർന്നു കഴിഞ്ഞപ്പോൾ കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വലിയ കുക്കറിൽ നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ തെറിച്ച് പോണ ഒരു പരിപാടി വരൂല കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ ബീഫ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ തെറിക്കുമല്ലോ. അപ്പോൾ വലിയലാവുമ്പോൾ കുഴപ്പമില്ല. പിന്നെ അത്യാവശ്യം കുറച്ച് തോനെ ബീഫും വാങ്ങിയിട്ടുമുണ്ട്. എല്ലാവരും ഉള്ളതല്ലേ, ചേച്ചിയും കുട്ടികളും എല്ലാവരും വരും. അതേപോലെ വീട്ടിൽ നിന്ന് മിന്നും അമ്മയും അച്ഛനും അനിയന്മാരും എല്ലാവരും വരും കേട്ടോ. പിന്നെ നമ്മളെ വീട്ടുകാരും എല്ലാവരും ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ബീഫ് കുറച്ചധികം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉച്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ പത്തിരിയൊക്കെ അവിടെ ചുട്ടുവെച്ചിട്ടുണ്ട്. അപ്പോൾ ആ അടുപ്പത്ത് തന്നെ ബീഫും കൂടിയാണ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. തീ കത്തിച്ചാൽ പിന്നെ അങ്ങനെയാണ് കേട്ടോ, അതിമ തന്നെ വെക്കാനേ തോന്നുള്ളൂ. അപ്പോൾ അനുമോൾ ഇതാക്കണേ ഇവിടെ പുസ്തകങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു ബുക്കിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ കുറച്ച് നോട്ട്ബുക്കൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നന്ദോന് വായിക്കാൻ വേണ്ടി ഒരു ടെക്സ്റ്റ് ബുക്കും വെച്ചിട്ടുണ്ട്. അങ്ങനെ ബാക്കിയൊക്കെ ഓള് ക്ലീൻ ചെയ്യാണ് കേട്ടോ. യൂണിഫോമുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ അമ്മയും അച്ഛനും ഇതാക്കണം. ഇവിടെ അച്ഛൻ മൊബൈലിൽ കാണുന്നുണ്ട്. അമ്മ പേപ്പറൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് തൊട്ടടുത്ത വീട്ടിലത്തെ പേപ്പറാണ് വാങ്ങിക്കൊണ്ടല്ലോ. നമ്മൾ ആദ്യം വരുത്തിയെന്ന് ഇപ്പം നിർത്തി. അങ്ങനെ അമ്മ പേപ്പർ വായിക്കുന്നുണ്ട്. അപ്പോൾ നന്ദു അതിൻ്റെ ഇടയ്ക്ക് നീക്കിയൊക്കെ ചെയ്തിരുന്നു. എൻ്റെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഹനുമോൾ അടിച്ചു വാരിയതല്ലേ, അപ്പോൾ തുടയ്ക്കാൻ വേണ്ടി നിന്നിട്ടോ. അപ്പോൾ നമ്മളെ പണികളൊക്കെ വേഗം എടുത്ത് തീർത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതും ഒക്കെ വേഗം എടുക്കാമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഓരോന്ന് സ്റ്റെപ്പായിട്ട് അങ്ങനെ ചെയ്യണം. അപ്പോൾ തിരുമ്പാനുള്ളതൊക്കെ മെഷീനിൽ ഇട്ടിട്ടുണ്ട്. കുറച്ച് കല്ലുമ്മൽ തിരുമ്പാണ്ടേന്നു. അപ്പോൾ അതൊക്കെ തിരുമ്പിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ പത്തിരിയൊക്കെ ചുട്ടിട്ട് ഞാൻ ആ ഇഡ്ഡലി പാത്രത്തിലാക്കി വെച്ചു. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടേന്ന്. അപ്പോൾ ഞാൻ കണ്ണനെ ലിസ്റ്റ് എഴുതിയിട്ട് പറഞ്ഞയച്ചു കേട്ടോ. നമ്മളെ തൊട്ടടുത്ത കടയിൽ നിന്ന് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ അതൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചിക്കൻ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ചിക്കനും വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ചിക്കൻ വാങ്ങിയത് നമുക്ക് സമൂസ ഉണ്ടാക്കാനും അതേപോലെ തന്നെ ചിക്കൻ കറി വേണമല്ലോ പത്തിരിക്ക്. അതുപോലെ അമ്മ ബീഫ് കഴിക്കൂല കേട്ടോ. ഇവിടുത്തെ അമ്മ ബീഫ് കഴിക്കൂല. പിന്നെ എൻ്റെ അമ്മ ഇപ്പോൾ ബീഫ് കഴിക്കൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ രണ്ടമ്മമാർക്കും ഒരു കുഞ്ഞ് ചിക്കൻ ബിരിയാണി വെക്കണം എന്ന് വിചാരിച്ചിട്ട് അതിനും കുറച്ച് ചിക്കൻ മാറ്റി വെച്ച് നമ്മളെ സമൂസയ്ക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഇതാക്കണം മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ ബീഫ് വെന്തപ്പോൾ അതാണ്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തു. പിന്നെ നമ്മളെ ചിക്കൻ കൊണ്ട് ഒരു കറി ഉണ്ടാക്കണമല്ലോ പത്തിരിക്ക്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നാളികേരം ചിരകിയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്താണ് വീഡിയോ എടുക്കാൻ ആരെയും കാണാനല്ല. അപ്പം ഞാൻ തന്നെ വീഡിയോ എടുത്ത് നടക്കുകയാണ്. അപ്പോൾ അമ്മയാണെങ്കിൽ സാധനങ്ങൾ എടുത്ത് വെക്കുകയാണ് പറഞ്ഞല്ലേ. അനുമോളാണെങ്കിൽ ഇതാക്കണേ ഉള്ളിയൊക്കെ നന്നാക്കുകയാണ് കേട്ടോ. ഇന്ന് എല്ലാത്തിനും ഉഷാറാണ്. അപ്പോൾ ഓള് പറയുന്നുണ്ട് അമ്മ എന്താ അടുത്ത പണി എന്ന് വെച്ചിട്ട് ഓളതായ പണികൾ എന്ന് വൃത്തിക്ക് ചെയ്യണം കേട്ടോ. എന്ന് എന്താണെന്നറിയില്ല, എന്നോട് വല്ലാത്തൊരു പാവമുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, അമ്മ കുഴങ്ങിയെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരാൾ മിഠായിക്ക് പഴകി അങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഓക്ക് കൊടുത്തിട്ട് തിന്നില്ല. അമ്മയ്ക്കും നോലുമ്പില്ലേ എന്നൊക്കെ ചോദിക്കണത്. എവിടെ ഓന് ചട്ടി നോലുമ്പാണ് കേട്ടോ. രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. രാവിലെ വിളിക്കാത്തതിന് കുറേ പരാതിയൊക്കെ പറഞ്ഞിരുന്നു.
പിന്നെ ഇതാക്കണേ ആ ഒരു അടുപ്പത്ത് നാളികേരം വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഇന്നാൾ നമ്മൾ ആ ഒരു ചിക്കൻ കറീൻ്റെ റെസിപ്പി കാണിച്ചിരുന്നല്ലോ, അതേപോലെ തന്നെയാണ് വെക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചിക്കനൊക്കെ അതങ്ങനെ കണ്ണം പിച്ചി വെച്ചിട്ടുണ്ട്, ചൂട് പോയപ്പോൾ അതൊന്ന് പിച്ചി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ഇതിലേക്ക് ഞാൻ കുറച്ച് കിഴങ്ങും പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. സമൂസ ആ ഒരു ഫില്ലിങ്ങിലേക്ക് കുറച്ച് കിഴങ്ങും കൂടി പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം അനുമോളെ ഉള്ളി നന്നാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ പണികൾ ഇങ്ങനെ തീർക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു നാളികേരം വറുത്ത് കഴിഞ്ഞപ്പോഴേ ആ ചീനച്ചട്ടിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളെ സമോസയ്ക്കുള്ള ആ ഒരു ഫില്ലിങ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും സവോളയും കൂടി ചെറുതാക്കി എരിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യാരറ്റ് ചോപ്പറിൽ ഇട്ടിട്ട് വലിച്ചതാണ് കേട്ടോ, അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. അപ്പം നമ്മൾ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കട്ടോ, ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കാര്യമായിട്ട് ഇതാണല്ലോ ചേർക്കുക അല്ലേ. അപ്പോൾ ഓരോരുത്തരും ചിലർ പട്ടാണിക്കടല നമ്മളെ ഗ്രീൻ പീസ് ഇല്ലേ അത് ചേർത്ത് കൊടുക്കും, പിന്നെ ബീൻസ് ചേർത്ത് കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യലുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇന്ന് എൻ്റെ കയ്യിലുള്ളതൊക്കെയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കാഞ്ഞത് ഓർമ്മ വന്നത് കേട്ടോ, അതും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള ആ ഒരു കിഴങ്ങുണ്ടല്ലോ, തൊലിയൊക്കെ കളഞ്ഞ് ഉടച്ച് വെച്ചിരുന്നു, അതും ചേർത്ത് കൊടുത്തു. പിന്നെ ചിക്കൻ നമ്മളെ ചോപ്പറിലിട്ടൊന്ന് വലിച്ചു കേട്ടോ, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഉപ്പ് നോക്കാൻ നമുക്ക് പറ്റൂലല്ലോ, ഉപ്പ് നോക്കണേ കൊണ്ട് കുഴപ്പമില്ല, തുപ്പിയാൽ മതി എന്നാണല്ലോ പറയുക. പക്ഷെ അമ്മ ഉണ്ടല്ലോ, അപ്പോൾ അമ്മയ്ക്ക് കൊടുത്തുട്ടോ, ഞാൻ അമ്മേനോട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ അമ്മ കുറച്ചുകൂടി ഇട്ടന്നു. അങ്ങനെ ഇതാക്കണ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തു കേട്ടോ. അങ്ങനെ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അടുപ്പത്ത് പെട്ടെന്ന് ഒരുവിധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പത്തിരി ഞാൻ ആ ഒരു ഇഡ്ഡലി പാത്രത്തിലാക്കി വെച്ചു. സവോള കണ്ണനാണ് കേട്ടോ അരിഞ്ഞത്. അപ്പോൾ ഇത് ചോറിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചു. പിന്നെ ഇത് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോന്നും അങ്ങനെ പാത്രങ്ങളിലാക്കി വെച്ച സുഖമാണല്ലോ. പിന്നെ ഇതാക്കണേ നമ്മളെ ബിരിയാണിക്കുള്ള സലാഡ്, അതും കൂടി ഉണ്ടാക്കി വെച്ചു കേട്ടോ. ഇതൊക്കെ നേരത്തെ തന്നെ അങ്ങനെ ആക്കി വെക്കുകയാണ്. അപ്പം മിന്നു ആണെങ്കിൽ ഇന്ന് ക്ലാസ് ഉണ്ട്, അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് വരാറിട്ടുണ്ട്. പിന്നെ ചേച്ചി വൈകുന്നേരത്തേക്ക് എന്തായാലും വെയിറ്റുള്ളൂ. അപ്പോൾ ഓരോന്നും കാത്ത് നിൽക്കണ്ട, നമുക്ക് പറ്റണമൊക്കെ നമ്മൾ ചെയ്യുക. ഒരു വന്നിട്ട് ഓലയും കൊണ്ടും കുറച്ചൊക്കെ ചെയ്യിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളെ മരത്തുമെന്ന് കുറച്ച് തക്കാളി മുഴുവനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ മസാല ഒരു പാത്രത്തിലാക്കി വെച്ചു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരച്ച് വെച്ചു, അതേപോലെ തന്നെ പച്ചമുളക് ചതച്ച് വെച്ചു. ഇനിയിപ്പോൾ മല്ലിയിലയും പുതിനയിലയും ഒന്ന് അരിഞ്ഞെടുക്കാണ്ട് കേട്ടോ. തക്കാളി പിന്നെ അരിഞ്ഞത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. എന്താ വെച്ചാൽ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, നേരം 2:10 സമയം. പിന്നെ ചിക്കൻ കറി അതിൻ്റെ ഇടയ്ക്ക് വെച്ചിരുന്നു കേട്ടോ, അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. അതും അടുപ്പം തന്നെ വേഗം ചിക്കൻ കറിയും വെച്ച് വറുത്തരച്ചിട്ട് അങ്ങനെ ചിക്കൻ കറിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എല്ലാവരും അമ്മേൻ്റെയും അച്ഛൻ്റെയൊക്കെ ചോറിനൽ, നന്ദുവിൻ്റെയൊക്കെ ചോറിനലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരൊക്കെ പോയി കിടന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും കുറച്ച് സമയം ഒന്ന് നടന്ന് വറുത്തട്ടെ വിചാരിച്ചിട്ടോ. ഈ ഒരു സമയമായപ്പോഴേക്കൊക്കെ പറ്റങ്ങോട്ട് കുഴങ്ങിയാകെ വിശക്കൊന്നല്ല കേട്ടോ, ദാഹിക്കുന്നു. അപ്പോൾ അനുമോള് ഞാൻ വെള്ളം കുടിച്ചാലോ, ഞാൻ നോമ്പ് മുറിച്ചാലോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുവരെ ആയില്ല, ഇനി കുറച്ച് നേരമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോയി കിടന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് ഉറങ്ങി കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും ഇതാ മിന്നു വന്നിട്ടുണ്ട്. ഓള് വന്ന് വിളിച്ചപ്പോഴാണ് നീച്ചത്. പിന്നെ ഓള് വന്നേക്ക് ഓക്ക് കുറച്ച് വെള്ളമൊക്കെ കലക്കി കൊടുത്തു. അപ്പോൾ ഓക്ക് നോമ്പെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഓള് പറയുന്നുണ്ട് എനിക്ക് ക്ലാസ് ഇല്ലെങ്കിൽ ഞാനും നോമ്പെടുത്തേന്ന് ചേച്ചി, അവിടെ ആ ഷീറ്റിൻ്റെ ചുവട്ടിൽ ഭയങ്കര ചൂടാണ്, വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റൂല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി പിന്നൊരു പ്രാവശ്യം നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓള് വെള്ളമൊക്കെ കുടിച്ചു, നാരങ്ങ കുടിച്ചു, ആ ക്ലാസ്സൊക്കെ കഴുകി വെക്കണാക്കണേ. അപ്പോൾ ഓള് വന്ന് ബെല്ലടിച്ചപ്പോഴാണ് കേട്ടോ സത്യത്തിൽ ഞാൻ ഉണർന്നത്, ഒന്നുറങ്ങിപ്പോയിരുന്നു. അപ്പോൾ മക്കളും തന്നെ ഒന്നുറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വെള്ളം അവിടെ നന്ദുവിന് കൊടുക്കാറിഞ്ഞിട്ട് ഫ്രിഡ്ജിക്ക് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ അമ്മ ഒച്ചയൊക്കെ കേട്ടിട്ട് അമ്മയും നീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അമ്മയും പറഞ്ഞു ഞാൻ നന്നായിട്ടൊന്ന് ഉറങ്ങി എന്നുള്ളത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കണേ ഞാൻ നമ്മളെ തരിക്കഞ്ഞി ഉണ്ടല്ലോ, ഇത് ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. നമ്മളവിടെ എന്തായാലും പ്രധാനമാണ് തരിക്കഞ്ഞി. ശരിക്കും റവയും പാലും മാത്രം ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. നമ്മളൊന്നും കൂടി ഒന്ന് മോടി പിടിപ്പിച്ച് അതിൽ കുറച്ച് ചവ്വരിയും അതേപോലെ സേമിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അതങ്ങനെ അടുപ്പത്ത് വെച്ചു. അതും വെന്തവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് പിന്നെ ഗ്യാസ്മെല്ലാം ഉണ്ടാക്കിയത് കേട്ടോ. വേഗം ഉണ്ടല്ലോ, പാൽപ്പൊടിയിലാണെന്ന് ചെയ്തതും. അപ്പോൾ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാക്കണ തീയൊക്കെ കത്തിച്ച് പുറത്ത് ചെമ്പൊക്കെ ചൂടാവാൻ വേണ്ടി വെച്ചിരുന്നു. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് അതൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ മിന്നു ഇതാക്കണ ഉള്ളിയൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഉള്ളിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ കണ്ണൻ പറഞ്ഞിരുന്നു അത്യാവശ്യം മസാല ഉണ്ടായിക്കോട്ടെ അമ്മ, നല്ല ടേസ്റ്റാണ് ആ മസാല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ചിക്കൻ ബിരിയാണിക്കും അതേപോലെ ബീഫ് ബിരിയാണിക്കും കൂടിയുള്ള മസാലയാണ്, ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന്ന് കുറച്ച് മസാല ആ ഒരു ചിക്കനിലേക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ 2 പ്രാവശ്യമായിട്ട് ഇതിങ്ങനെ ചെയ്യണ്ടേ, അപ്പോൾ ഒരു കൂട്ടന്നെയല്ലേ.
വലിയ വ്യത്യാസം എന്ന് പറയാനൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വ്യത്യാസം എന്ന് പറയാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉള്ളിയും കറിവേപ്പിലയും നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അത്യാവശ്യം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ അരച്ചതും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഉള്ളി കുറേ സമയം ഓളാണ് കേട്ടോ വഴറ്റിയത്. അപ്പോൾ ഈ ഒരു പുകയും ചൂടും ഒക്കെ കൂടി ആയിട്ടേ ഓളോട് ഞാൻ പറഞ്ഞു ഞാൻ ഇളക്കാന്ന് പറഞ്ഞിട്ട് ആ ഒരു കയ്യിലങ്ങോട്ട് വാങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഓളൊക്കെ ഇട്ട് തരാം ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഷെയർ ചെയ്തിട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ഇതാക്കണേ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ തക്കാളിയും കൂടിയും ചേർത്ത് കൊടുത്തു. ഓവറായിട്ട് കത്തിയാൽ അടിയിലും പിടിക്കും, കത്താതെ ഇരുന്നാൽ അങ്ങോട്ട് ആയും കിട്ടൂല അറിഞ്ഞില്ല. അങ്ങനെയാണ് തീയിൻ്റെ ഒരു കാര്യം കേട്ടോ. പിന്നെ മസാലപ്പൊടികളായിട്ട് മല്ലിപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. ബീഫല്ലേ, നമ്മൾ ചിക്കനിലേക്കാണെങ്കിൽ അങ്ങനെ ചേർക്കേണ്ട ആവശ്യമല്ല. അപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ ബിരിയാണി മസാല ആയിട്ട് വാങ്ങാൻ കിട്ടും, അതും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് പൊടികളായിട്ട് ചേർത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും പുതിനയിലയും തൈരും എല്ലാം ചേർത്തിട്ടുണ്ട്. പിന്നെ നാരങ്ങേൻ്റെ നീര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ തൈര് ചേർക്കണതും കൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല കേട്ടോ. വിനാഗിരിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഇതിലേക്ക് ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പും കൂടിയാണ് ചേർത്തിട്ടുണ്ട്. ബീഫ് നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ടാണല്ലോ വേവിച്ചത്. അപ്പോൾ ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഉപ്പൊക്കെ നോക്കാൻ മിന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ സുഖമായിട്ടോ. അപ്പോൾ അങ്ങനെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുത്തു. അതിനുശേഷം അതിൽ നിന്ന് കുറച്ച് മസാല ഞാൻ മാറ്റി വെച്ചു കേട്ടോ. നമ്മളെ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി മസാലയ്ക്ക് ഇതാക്കണം, നമ്മൾ വേവിച്ച് വെച്ച ബീഫ് വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം ഏറിപ്പോവൊന്നുമില്ല കേട്ടോ, ഇതിൽ വറ്റി സെറ്റായി കിട്ടും നമുക്ക്. ബീഫ് എങ്ങനെ അടുപ്പത്ത് വെച്ചാലും അതിൽ കുറച്ച് നീര് ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ കോഴിയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ, ബീഫിന് കുറച്ച് കൂടുതലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയും വെള്ളം കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ വറ്റി സെറ്റാവും. അപ്പോൾ ഇത്രയും പണികൾ തീർന്ന സ്ഥിതിക്ക് മിന്നുവിനോട് ഞാൻ പറഞ്ഞു ഈ പോയിട്ട് സമൂസേൻ്റെ കാര്യങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കണ്ണനും ഓളും കൂടി യൂട്യൂബിലൊക്കെ ഒന്ന് അടിച്ചു നോക്കി. ഇതിങ്ങനെ മടക്കട കാര്യത്തിലൊരു സംശയമാണ് കേട്ടോ എപ്പോഴും. എന്നിട്ടാണ് ഒരു ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ കട ഉണ്ടായിരുന്ന സമയത്ത് ഇത് ഉണ്ടാക്കിയിരുന്നു. അപ്പോഴും ഞാൻ ചെയ്തിരുന്ന പരിപാടി തന്നെയാണ്. യൂട്യൂബിൽ അങ്ങനെ നോക്കിട്ടത് എങ്ങനെയാണ് മടക്കണം എന്നുള്ളത്. എത്ര ഇങ്ങോട്ട് പഠിച്ചാലും വീണ്ടും അത് മറന്നു പോകുന്നതല്ല. പിന്നെയും കണ്ണനുള്ളു കുറച്ച് അറിയാം. അപ്പോൾ ഇതാക്കണേ രണ്ടാളും കൂടെ കൂടിയിട്ട് ഇവിടെ സമൂസയൊക്കെ റെഡി ആക്കുന്നുണ്ട്. അപ്പോൾ ഫില്ലിങ്ങൊക്കെ അടിപൊളി ടേസ്റ്റാണ് ചേച്ചി എന്നൊക്കെ പറയുന്നത്, വെറുതെ കഴിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം കണ്ണനൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും വായയ്ക്ക് വെക്കണമെന്ന് തോന്നണേ ഇല്ലായിരുന്നു കേട്ടോ. വെള്ളം കുടിക്കാൻ മാത്രമുള്ള ഒരു തോന്നലുണ്ട്, പക്ഷെ വേറെ ഒന്നിനും തോന്നണില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞാറ്റയും കണ്ണൻകുട്ടിയും വന്നിരുന്നു കേട്ടോ, ഓരോണ്ട് അവിടെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ ബിരിയാണി വെക്കണം എന്നുള്ളത്. അപ്പോൾ ആ ചിക്കൻ മസാലയ്ക്ക് ഇട്ടിട്ട് കുറച്ചും കൂടി ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുപ്പത്ത് നല്ല കണലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ചെറുതീയിൽ അങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറായതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാക്കണം, നമ്മൾ ഇന്നാളെ ബിരിയാണി വെച്ച പോലെ തന്നെയാണ് ഞാൻ ഇന്നും വെക്കണം. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞില്ല, ചോറ് വറ്റിച്ചെടുത്തിട്ട് നമ്മൾ നെയ്ച്ചോറ് വയ്ക്കും പോലെ ചോറ് വയ്ക്കുക. എന്നിട്ട് ആ ഒരു ചിക്കൻ്റെ മുളിക്കോ ബീഫിൻ്റെ മുളിക്കോ ഇട്ട് കൊടുത്താൽ മതിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളത്തേക്ക് ഞാൻ നമ്മളെ സ്പൈസസ് ഒക്കെ ഉണ്ടല്ലോ ആ സംഭവങ്ങളൊക്കെ ചേർത്ത് എണ്ണയൊക്കെ ചേർത്ത് അതുപോലെ നാരങ്ങാനീരും എല്ലാം ചേർത്ത് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൊക്കെ ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. അതിനുശേഷം അതവിടെ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ വേഗം വന്നിട്ട് നമ്മൾ ഈ ഒരു തരിക്കഞ്ഞിക്ക് വറവ് ഇട്ടിട്ടോ. ചെറിയ ഉള്ളി നെയ്യിൽ അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയും ചേർത്തിട്ടൊന്ന് വറവ് ഇട്ടിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാക്കണം നമ്മളെ ചോറൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ബിരിയാണിക്ക് നമ്മൾ ആദ്യം തന്നെ ഒരുപാട് ഇങ്ങോട്ട് വേവിച്ചെടുക്കരുത് കേട്ടോ, ഒരു 3/4 വേവ് അത്ര മതി കേട്ടോ. അതിനുശേഷം നമ്മൾ ദമ്മിടുന്ന സമയത്ത് അത് വെന്ത് കിട്ടും. അപ്പോൾ ആ ചോറിന് ഞാൻ കുറച്ച് ചോറ് അവിടെ മാറ്റി വെച്ചു. എന്നിട്ടാണ് നമ്മൾ ദമ്മിടാൻ നിൽക്കുന്നത്. അപ്പോൾ ദമ്മിടുന്ന സമയത്ത് ചിലരൊക്കെ തുണി വെച്ചുകൂടെ എന്നൊക്കെ പറയലുണ്ട്. പക്ഷേ ഈ വാഴേൻ്റെ ഇല വെക്കണേയും കൂടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ, അതുകൊണ്ടാണ് അതന്നെ വെക്കുന്നത്. പിന്നെ അതിലേക്ക് ഉള്ളി ഫ്രൈ ചെയ്തതും അണ്ടിപ്പരിപ്പും മുന്തിരി നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് ഇതാക്കണം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ചോറും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചോറിൽ ഞാൻ പറഞ്ഞില്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും നാരങ്ങാനീരും അതുപോലെ ഏലക്കായ, പട്ട, ഗ്രാമ്പൂ, തക്കോലം, സാജീരകം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്തു, നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ടാണ് നമ്മൾ ഈ ചോറ് വറ്റിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് 2-3 ലെയർ ആക്കിയിട്ട് ഇങ്ങനെ ഉള്ളി ഫ്രൈ ചെയ്തതും നെയ്യൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ എല്ലാം കൂടി ഒന്ന് അമർത്തി വെക്കുക. അതിനുശേഷം നമ്മൾ അതേപോലെ ഒന്ന് അടച്ച് വെക്കുകയാണ്. നമ്മൾ അടപ്പ് ആ വലിയ അടപ്പിന് വലിയൊരു ഫിറ്റ് തോന്നാത്തതുകൊണ്ട് 2 അടപ്പ് വെച്ചിട്ടാണ് ഞാൻ അടയ്ക്കുന്നത് കേട്ടോ.
പിന്നെ ഇതാക്കണ ചിലർ ചിരട്ട വെച്ചിട്ട് കത്തിക്കും, അതിനും കുഴപ്പമൊന്നുമില്ല. ഇത്ര ചിരട്ടാന്ന് എണ്ണൊക്കെ ഉണ്ട് കേട്ടോ, അത് കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഞാനിവിടെ ഓലക്കൊടി വെച്ചിട്ടാണ് കത്തിക്കുന്നത് കേട്ടോ. ഒരൊറ്റ ആളി കത്തിക്കല് കേട്ടോ. രണ്ട് ഭാഗത്തും കുറേശ്ശെ ഓലക്കൊടി വെച്ചിട്ട് അങ്ങോട്ട് കത്തിക്കുക. ഇങ്ങനെ കത്തിക്കുമ്പോൾ തന്നെ നല്ലോണം തിള അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കേക്കിട്ടു നമുക്ക്. എന്നിട്ട് പിന്നെ അവിടെ കിടന്നോട്ടെ വിചാരിച്ചാൽ മതി. മിനിമം 1 മണിക്കൂറെങ്കിലും നമ്മൾ ദമ്മിൽ വെക്കണം. അപ്പോഴാണ് ശരിക്കും ആ ബിരിയാണീൻ്റെ ടേസ്റ്റ് ആണ് വരിക കേട്ടോ. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. അതിനെ കനത്തിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ വെള്ളം വെച്ച് കൊടുത്തതാണ് കേട്ടോ. ഞാൻ അതിൻ്റെ മുകളിലേക്ക് കനലിടേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാൻ, അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ ബാക്കി ചോറ് കൊണ്ടുവന്നിട്ട് ഇതാകണം ഇവിടേക്ക് എടുത്ത് വെച്ചിരുന്നല്ലോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും അതേപോലെ തന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ തന്നെ ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിൽ ഞാൻ നിലയൊന്നും വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ, ചിക്കൻ്റെ മുകളിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ അമ്മമാർക്കൊരു സങ്കടം വേണ്ട, നമ്മൾ ബിരിയാണി തിന്നുമ്പോൾ സാദാ ചോറ് തിന്നേണ്ട ആവശ്യമില്ലല്ലോ. ആ പോരിക്കുള്ളതും അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കിയ സമയത്തൊക്കെ ഞാൻ ഇവിടുത്തെ അമ്മേനെ മാത്രം വിചാരിച്ചാണ് ഉണ്ടാക്കിയത്. പിന്നെയാണ് മിന്നു പറഞ്ഞത് നമ്മളെ അമ്മയും കഴിക്കൂല കേട്ടോ, അപ്പോൾ ബീഫ് കഴിക്കൽ നിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ആദ്യം അമ്മ കഴിച്ചിരുന്നു. ഇവിടുത്തെ അമ്മ എന്ന് പറഞ്ഞാൽ കുറേ പണ്ട് കഴിച്ചതാണ്, പിന്നെ കഴിച്ചിട്ടില്ല. അപ്പം എന്തായാലും അങ്ങനെ ഓർക്കുള്ളതും ഏതായാലും രണ്ടാക്കുള്ളത് ഇഷ്ടംപോലെ കഴിക്കാണ്ടാവുമല്ലോ. പിന്നെ ഓടിതാക്കണേ ഇവിടെ സമോസയൊക്കെ ഫ്രൈ ചെയ്തെടുക്കണുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ഗ്യാസമ്മ ഫ്രൈ ചെയ്യാന്നുള്ളത്, ഇത് എളുപ്പമുണ്ടല്ലോ ആവാൻ. അപ്പം മടക്കിയതൊക്കെ ഏതായാലും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. രണ്ടാളും കൂടി മടക്കിയതൊക്കെ ഉഷാറായിട്ടുണ്ട്. പിന്നെ ഇതാക്കണേ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ള സമൂസ ഈ ഒരു കളറായപ്പോഴാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ചിലർ ഇത്ര കളറാക്കാതെ വാങ്ങണവരുണ്ട്, ഇതിലേറെ കളറാക്കണവരുണ്ട് കേട്ടോ. എങ്ങനെയായാലും നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ചെയ്യാമല്ലോ. പിന്നെ ഇതിന് ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ ബിരിയാണീൻ്റെ മുകളിൽ നമ്മൾ ആ കുഞ്ഞു ഉരൽ ഞാൻ കമഴ്ത്തി വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല ഫിറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം മിന്നു ഇവിടെ സമൂസ ഉണ്ടാക്കുന്ന തിരക്കിലാണെങ്കിൽ നമ്മളെ കണ്ണന് ഇവിടെ ജ്യൂസ് അടിക്കുന്ന തിരക്കിലാണ് കേട്ടോ. ആളെന്നെ കൈതച്ചക്ക പൈനാപ്പിൾ ഉണ്ടല്ലോ, ആ ഒരു സംഭവമൊക്കെ ചെത്തി റെഡിയാക്കി ഓൻ അങ്ങനത്തെ കാര്യങ്ങൾ അടുക്കളത്തെ പണികൾ എടുക്കണേ കൊണ്ടൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം അങ്ങനെ ഓനത് ജ്യൂസ് അടിക്കാൻ നിൽക്കുകയാണ്. പൈനാപ്പിൾ ജ്യൂസ് മാത്രം മതി കേട്ടോ. പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നുണ്ട്, ആ വെള്ളം മാത്രം മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അനുമോളും ഇതാക്കണേ അവിടെ വർത്താനൊക്കെ പറഞ്ഞു ഓലെടുത്ത് ചെറിയ ഹെൽപ്പൊക്കെ ചെയ്തിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം സമയം 6 മണിയായിട്ടോ. ഈ ഒരു സമയമായപ്പോഴേക്കൊക്കെ അതിനൊട്ടിയൊക്കെ പറ്റേ കുഴങ്ങിയിട്ടുണ്ട് എന്ന് പറയുള്ളൂ. പറയുന്നുണ്ട് കാലൊക്കെ വിറയ്ക്കുന്നുണ്ട് അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ മിന്നു അങ്ങനെ പറഞ്ഞിട്ടോ ഇനി കുറച്ച് നേരം കൂടിയുള്ളൂ മുറിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ കണ്ണനാണെങ്കിൽ ജ്യൂസ് അടിക്കുന്ന കാര്യത്തിൽ കേമനാണ് കേട്ടോ, നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ലേ വെള്ളം പാകത്തിന് ഒഴിക്കൊണ്ടാണ് ഇത് പുറത്തേക്ക് തെറിക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ എടുത്തപ്പോൾ കാണിച്ചു തരികയാണ് കേട്ടോ. കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പുറത്തേക്ക് വരും എന്നൊക്കെ പറയുമായിരുന്നു അവന്. അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ജ്യൂസ് അടിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കര മിടുക്കനാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എവിടുന്ന് ഏട്ടാ ഇതോ പഠിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഓൻ ആദ്യത്തെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് അരിക്കണം കേട്ടോ. അരിച്ചിട്ട് ഇതാക്കണ വേറൊരു പാത്രത്തേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ഐസും കട്ട വെച്ചിരുന്നു, അപ്പോൾ അതൊക്കെ തച്ചുപിടിച്ച് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ടായിക്കോട്ടെ, ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കുക, എന്നാലും തണുപ്പുണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് ഐസും കട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു പൈനാപ്പിൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴേക്കും മിന്നുനോട് പറഞ്ഞു ചേച്ചി പോയിട്ട് വേഗം കുളിച്ചോളി, നേരെ ആവാനായിട്ടുണ്ട്, ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊണ്ട് പറഞ്ഞിട്ട് ഇതാക്കണേ. ഓലന്നെയാണ് പിന്നെ വേറെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കാണുന്നത് കേട്ടോ. കുറേ പാത്രങ്ങളുണ്ടെന്ന് കഴുകാൻ, പാവം ഒറ്റയ്ക്കാണ് അതൊക്കെ കഴുകിയത്. അത് കഴിഞ്ഞിട്ട് ഇതാക്കണേ ഇവിടെ അതൊക്കെ സെറ്റ് ചെയ്യണ പരിപാടിയാണ്. ഈ സമയത്തൊക്കെ ഞാൻ കുളിക്കുകയായിരുന്നു കേട്ടോ. രാവിലെ പുലർച്ചെ കുളിച്ചതല്ലേ, അപ്പം എനിക്കും തന്നെ പറ്റങ്ങോട്ട് എന്താ പറയുക വെള്ളത്തിന് ദാഹിച്ചിട്ട് അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ കുളിച്ചാൽ ഇങ്ങനെ ചെറിയ ഉഷാറുണ്ടാവും വിചാരിച്ചിട്ട് വേഗം പോയി കുളിച്ചു. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ മേൽ കഴുകണുള്ളൂ പറഞ്ഞു കേട്ടോ. അപ്പോൾ കണ്ണനും തന്നെ ഉച്ച സമയത്തൊന്ന് കുളിച്ചു, ഒരു കുഴക്ക് തോന്നിയ സമയത്ത് വേഗം പോയിട്ട് കുളിച്ചു. അപ്പോൾ ഒരു ഉന്മേഷം വന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വെള്ളത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയൊക്കെ നിലയും വിലയും എന്താണെന്നുള്ളത് ഇന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു കേട്ടോ. അങ്ങനെ അടുക്കളേൻ്റെ ക്ലീനിങ്ങും പരിപാടികളും കോൾ ഏറ്റെടുത്തൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ മേശ ഇതാക്കണം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുറക്കാനുള്ള എല്ലാ സംഭവങ്ങളും കണ്ണനും മിന്നും കൂടി ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഓൽക്കാണ് കേട്ടോ. ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടെ അനുമോളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കട്ട്ലറ്റും കൂടി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നു. കണ്ണൻ പറഞ്ഞിരുന്നു കട്ട്ലറ്റും കൂടിയും വേണം എന്നുള്ളത്. പിന്നെ അത് വേണ്ട ചുട്ടോ, ഒരുപാട് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, അത് കഴിക്കാനും പറ്റണ്ടേ. അപ്പോൾ ഏട്ടനാണെങ്കിൽ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് ജ്യൂസൊക്കെ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങിയാണ്ട് മണ്ണ് നിരത്താണ് കേട്ടോ. നമ്മളവിടെ ഒരു 4 ലോഡ് മണ്ണടിച്ചിട്ടുണ്ട് മുറ്റത്ത്, കുണ്ടും കുഴിയായിട്ട് അങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് മണ്ണടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് നിരത്തണ പരിപാടിയിലാണ്. അനുമോളാണെങ്കിൽ സമയമായി എന്ന് പറഞ്ഞിട്ട് വിളക്ക് വെച്ചു. അപ്പോൾ ഞങ്ങൾ ബാങ്ക് കൊടുക്കണത് കേൾക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കേട്ട ഉടനെ നമുക്ക് നോമ്പ് പോയി തുറക്കണമല്ലോ.
അപ്പോൾ ആ ഒരു ഇതിലങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ കുളി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഉഷാറൊക്കെ തോന്നി. അപ്പോൾ അമ്മ അങ്ങനെ പറയുമായിരുന്നു, എനിക്ക് നിങ്ങളെ മോത്തിക്കൊന്ന് നോക്കാൻ വയ്യ എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അമ്മ തൊടികയിൽ പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ അമ്മ കുഴിച്ചിട്ടിട്ടുണ്ട്. അതിന് നനയ്ക്കും അതിന് വളമിട്ട് കൊടുക്കണൊക്കെ പരിപാടിയിലാണ്. അപ്പോൾ എന്തായാലും ബാങ്ക് കൊടുക്കണവും കാത്ത് ഞങ്ങളിവിടെ നിൽക്കുകയാണ്. അനുട്ടിയാണെങ്കിൽ പറ്റ കുഴങ്ങിയിട്ടുണ്ട്. ഓളെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവണില്ല, ആകെ കണ്ണൊക്കെ എന്തോ പോലെ ആയിട്ടുണ്ട്. അപ്പം അമ്മ പറയുന്നുണ്ട്, എനിക്ക് അനുട്ടീനെയാണ് കാണാൻ വയ്യാത്തത്, നിങ്ങൾക്ക് രണ്ടാൾക്കും വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ വെച്ചാൽ ഓക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാത്ത ഒരാളാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ ദിവസമൊക്കെ വിശപ്പൊന്നുമില്ല, ദാഹമാണ് കൂടുതൽ. പിന്നെ നമ്മളെ വായയിൽ തുപ്പൽ പൊടിഞ്ഞാലും അതും കൂടി ഇറക്കരുത് എന്നൊക്കെ ഓള് പറഞ്ഞിട്ടോ, കൂട്ടുകാരികൾ പറഞ്ഞിട്ടുള്ള ഓർമ്മയാവും. അതൊക്കെ തുപ്പി കളയണം അമ്മ, അങ്ങനെയാണ് നോമ്പ് എടുക്കുക എന്നൊക്കെ പറഞ്ഞു. എന്തായാലും നമ്മൾ ബാങ്ക് കൊടുത്തത് കേട്ടു വേഗം വന്ന് ഇവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനെയും അമ്മേനെയും വിളിച്ചപ്പോൾ രണ്ടാളും ഓരോ പണിയിലല്ലേ. അപ്പോൾ ഒരു പറഞ്ഞങ്ങളല്ലേ നോലുമ്പെടുത്തത്, അപ്പോൾ വേഗം പോയി തുറന്നോളി, വാങ്ക് കൊടുത്തില്ലേ, ഞങ്ങൾ നോമ്പൊന്നും എടുത്തിട്ടില്ലല്ലോ, എന്തായാലും വരാം, ഇതൊന്ന് ശരിയാക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പണി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കുറച്ച് പൂർത്തിയാക്കാതെ വരാൻ അങ്ങോട്ട് തോന്നൂലല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാനും അങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പം മിന്നു പറയുന്നുണ്ട്, ഞാനും നന്ദു എന്തിനാ ഞങ്ങളപ്പോൾ ഇരിക്കണത്, ഞങ്ങൾ നോലുമ്പോൾ ഒന്നും എടുക്കാതെ തുറവിക്ക് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ എങ്കിൽ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലടി, അടുത്ത പ്രാവശ്യം നമുക്ക് ഉഷാറായിട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇതാ ആദ്യം തന്നെ വെള്ളം കുടിച്ചു. അതിനുശേഷം കാരക്ക കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ വെള്ളം കുടിച്ചപ്പോൾ അനുട്ടി പറയുന്നുണ്ട്, എന്തോ ഒരു ആശ്വാസം അമ്മ, നല്ല സുഖം എന്ന് പറയുന്നുണ്ട്. അപ്പം അമ്മ ഇതാക്കണമെങ്കിൽ ഇപ്പം നിങ്ങൾ വിളിച്ചതല്ലേ വരാൻ, ഞങ്ങൾക്ക് സങ്കടമാവൂല പറഞ്ഞിട്ട് വേഗം കയ്യും കാലൊക്കെ കഴുകിയിട്ട് അമ്മയെ ഓടി വന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടനും അവിടെ വരാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നല്ല ടേസ്റ്റ് ഇട്ടോ വെള്ളത്തിന്, വെള്ളത്തിൻ്റെ നിലയും വിലയും അറിഞ്ഞൊരു ദിവസമാണെന്ന്. നോമ്പ് കുഴപ്പമൊന്നുമില്ല, ഉഷാറാണ്. അപ്പോൾ ശരിക്കും കണ്ടങ്ങനെ പറയുക, നമുക്ക് തുടക്കത്തിലേ തുടങ്ങിയാൽ മതിയായിരുന്നു അമ്മ, ഒരു ദിവസം ഇങ്ങനത്തെ കുഴപ്പമുണ്ടാവുള്ളൂ, പിന്നെ അങ്ങോട്ട് ശീലമാവും. എന്തായാലും അടുത്ത പ്രാവശ്യം നമുക്ക് കൂടുതൽ നോമ്പ് എടുക്കണം എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ കണ്ണൻകുട്ടീനോടും കുഞ്ഞാറ്റേനോടും ഞാൻ വൈകുന്നേരം ഇങ്ങോട്ട് വരുമുണ്ടോ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും കറക്റ്റ് സമയത്ത് രണ്ടാളും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്, കാരക്ക കഴിക്കുന്നുണ്ട്, അങ്ങനെ ഓരോന്ന് ചെയ്ത് ഞങ്ങളും എല്ലാതും കഴിച്ച് സമൂസയൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം കൂടുതൽ കഴിച്ചിട്ട് സമൂസയൊന്നും വേണം തന്നെ തോന്നണില്ല കേട്ടോ. അപ്പോൾ ഒരു ആശ്വാസം എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഏട്ടനും വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടനും അങ്ങനെ കഴിക്കുകയാണ്. അപ്പം അച്ഛൻ മാത്രം ഇവിടെ അല്ല കേട്ടോ, അച്ഛൻ എവിടെയെന്നുള്ളത് കൂട്ടുകാരെല്ലാവരും ചോദിക്കുമല്ലോ. അച്ഛനാണെങ്കിൽ ഇന്ന് അച്ഛൻ്റെ അമ്മാവിൻ്റെ വീട്ടിലൊരു പൂജ ഉണ്ട്. നമ്മളെ വീട്ടിലൊക്കെ നാളെ നടത്തിയില്ല ഗുളിയൻ പൂജ, ഇന്നാണ് കേട്ടോ അവിടെ ഉള്ളത്. മീനഭരണി തുടങ്ങണതിൻ്റെ മുന്നേ നമ്മളാ പൂജയൊക്കെ കഴിക്കണം എന്നാണ് പറയുക. അപ്പം അങ്ങനെ അച്ഛൻ അങ്ങോട്ട് പോയതാണ്. അതുകൊണ്ട് എന്താ സത്യത്തിൽ ഒരു ഇടങ്ങേറായിട്ടോ. നമ്മളിതൊക്കെ സെറ്റാക്കിയതിന് ശേഷമാണ് ഓരവിടെ നിന്ന് വിളിച്ചത്, ഇല്ലെങ്കിൽ പിന്നെ നമ്മളതാണ് വേണ്ട അച്ഛൻ മതിയിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു, നിങ്ങൾ കഴിച്ചോളി എന്ന് പറഞ്ഞ് അച്ഛൻ കുറച്ച് നേരത്തെ പോയിട്ടുണ്ടെന്ന്. പിന്നെ അതാ നമ്മളെ ബിരിയാണിയൊക്കെ 1 മണിക്കൂറല്ല 2 മണിക്കൂറൊക്കെ അവിടെ ദമ്മിൽ കടന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു കറിയൊക്കെ തിളച്ചിട്ട് ഈ ചോറിക്കും കൂടി ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു കളറായിട്ടോ, നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ വേറെ വേറെ പാത്രത്തിലേക്ക് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ബിരിയാണിയാണ് പൊട്ടിച്ചത്, നമ്മൾ ബീഫ് ബിരിയാണിയാണ് പൊട്ടിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ചിക്കൻ ബിരിയാണി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, അത് തുറന്ന് നോക്കിയിട്ടില്ല. അപ്പോൾ ബീഫൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ, ഉഷാറായി വെന്തിട്ടുണ്ട്. ഇപ്പോൾ മസാലയിൽ കണ്ടില്ലേ എത്രത്തോളം ഗ്രേവി ഉണ്ട് എന്നുള്ളത്. നമ്മൾ ഇത് വെക്കുന്ന സമയത്ത് നമുക്ക് നല്ല ടെൻഷനാവും കേട്ടോ, ഇതൊക്കെ വറ്റി കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ ബീഫ് ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തന്നതാണേ, നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, ഏതായാലും നോമ്പൊക്കെ തുറന്നില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൂടി ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കുക പറഞ്ഞിട്ട് ഒരു പ്ലേറ്റിൽ വിളമ്പിയതാണ്. അപ്പോൾ അമ്മയ്ക്ക് ബീഫ് ബിരിയാണി കണ്ടിട്ടാണ് കേട്ടോ അമ്മ ചിരിക്കുന്നത്. അമ്മയ്ക്കാണെങ്കിൽ അതിൻ്റെ ആ ഒരു മണോ ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ല, പണ്ട് അമ്മ കഴിച്ചിരുന്നു, പിന്നെ അങ്ങോട്ട് നിർത്തിയതാണ് കേട്ടോ. എന്നാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയൊക്കെ തരും കേട്ടോ. പക്ഷേ എങ്കിൽ അമ്മേൻ്റെ കൈ കൊണ്ട് തൊടൂല, കഴുകിയ മുറുക്കി അതൊന്നും ചെയ്യൂല, ഉണ്ടാക്കി തരും. നേരെ പാത്രത്തിലിട്ടിട്ട് നല്ല വൃത്തിക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കി തരും. അപ്പോൾ ഞാൻ അവിടെ ഓരോ പണിയെടുത്ത് നടക്കിയിരുന്നു. അപ്പോൾ ഓളിങ്ങനെ വിളിക്കിയിരുന്നു കേട്ടോ, ചേച്ചി വെരി കഴിച്ചു നോക്കി, അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്, ചിക്കൻ ബിരിയാണിയൊക്കെ മാറി നിൽക്കുമെന്ന് അറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും കഴിക്കാൻ കൂടി. അപ്പോൾ നന്ദുവിനെയാണെങ്കിൽ വിളിച്ചിട്ട് വരുന്നില്ല, അവിടെ കുഞ്ഞാറ്റയും അതേപോലെ കണ്ണൻകുട്ടിയൊക്കെ അല്ലേ, ഇവർക്കൊന്നും വേണ്ടൂല, അവിടെ കളിയിലാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ കഴിച്ചു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും സംഭവം. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഇതാ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അനിയനും ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ അനിയൻ എത്താൻ പറ്റിയിട്ടില്ല, ഓന് പണി എടുക്കണത് തീർന്നിട്ടില്ല, എന്ന് തീർക്കേണ്ട പണിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ എത്താൻ പറ്റിയിട്ടില്ല. രാവിലെ ഇവിടെ വന്നിരുന്നു കേട്ടോ, വരണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നു, പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ ആൾക്ക് എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ അമ്മയും അനിയനൊക്കെ പണിക്ക് പോയതായിരുന്നില്ലേ, ഓല് പണിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വന്നിട്ട് വീട്ടിലെത്തി കുളിയൊക്കെ കഴിഞ്ഞ് ഓരോ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഓര് പോകുന്നത് കേട്ടോ. അച്ഛനും തന്നെ ഇന്നത്തെ ദിവസം രാവിലെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അച്ഛനും ഇതിൽ കൂടാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, പ്രതീക്ഷിക്കാതെ അച്ഛനും വന്നിട്ട് അങ്ങനെ.
അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം എന്ന് പറഞ്ഞില്ലേ. ഇനിയിപ്പോൾ ചേച്ചിയും കുട്ടികളും വരാണ്ട് സച്ചമോനും എന്തായാലും വരൂല കേട്ടോ. അപ്പോൾ ഒരു വന്നേക്ക് ഓർക്ക് ജ്യൂസും വെള്ളവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുക്കുകയാണ്. മിന്നു അങ്ങനെ അതൊക്കെ കൊടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഏട്ടനാണെങ്കിൽ ഒരു വന്ന സമയത്ത് കുളിക്കായിരുന്നു കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും ഇതാക്കണേ ചേച്ചിയും പാറും ഏട്ടനും എത്തിയിട്ടുണ്ട്. അപ്പോൾ സച്ച് വരൂല എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാലേ ഓനിപ്പോൾ ഈ നോമ്പ് പെരുന്നാൾ സീസൺ അല്ലേ വരുന്നത്. അപ്പോൾ ഒരു കടയിൽ കയറിയിട്ടുണ്ട് കേട്ടോ, തുണിക്കടയിൽ. അപ്പോൾ അവിടേക്ക് രാവിലെ 11 മണിക്ക് പോയാൽ രാത്രിയാവും വരാൻ, ഒരുപാട് വൈകിയാണ് വരലുള്ളത്. അപ്പോൾ അങ്ങനെ ഓനെത്തിയിട്ടില്ല. അപ്പോൾ ഓനുള്ളതൊക്കെ നമ്മൾ കൊടുത്തയക്കും കേട്ടോ. അപ്പോൾ പാറു വന്നിട്ട് വേഗം വെള്ളമാണ് കുടിക്കുന്നത് ജഗത്തെ. അപ്പോൾ ഞാൻ പറയായിരുന്നു ഇത്രയും സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് വെള്ളം കുടിക്കല്ലേ പെണ്ണേന്ന് പറയായിരുന്നു കേട്ടോ. അപ്പോൾ ഓള് ആദ്യം വരൂല എന്നൊക്കെ വിചാരിച്ചവർക്കാണെങ്കിലേ അടുത്ത ഒരു അമ്പലത്തിൽ പ്രതിഷ്ഠാദിനാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് കുറച്ച് ദിവസത്തെ നോലുമ്പ് വേണം എന്ന് പറഞ്ഞിട്ട് ഓല് വരൂല എന്ന് പറഞ്ഞിരുന്നു. പിന്നെ എന്തായാലും പാറു വാശി പിടിച്ച് ഞാൻ അങ്ങനെ വിളിച്ചപ്പോൾ ഓള് വാശി പിടിച്ച് ഓല് വൈകുന്നേരം ഏട്ടൻ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ചേച്ചി പറയണ്ടേ ഞാൻ നാളെ തൊട്ടേ നോമ്പ് എടുക്കുള്ളൂ, ഏട്ടൻ അന്ന് തൊട്ടന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അറിയായിരുന്നു. അങ്ങനെ ഒരു വന്ന് എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് സമൂസയൊക്കെ കഴിച്ച് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് സമയം ഇരുന്നു കേട്ടോ. പിന്നെ ഏട്ടനൊക്കെ അവിടെ എത്തണ്ടേ. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കുക പോവുക എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ വേഗം ഞാൻ ഫുഡൊക്കെ വിളമ്പി. അപ്പോൾ ഇതാക്കണം ഓരോരുത്തർ ഇരിക്കുകയാണ്, ആരാദ്യം ഇരിക്കണം എന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇരുന്നോളൂ, അവരൊക്കെ പണിയൊക്കെ കയറി വന്ന ആൾക്കാരല്ലേ, അപ്പോൾ വേഗം ഇരുന്നോളി പറഞ്ഞ് അമ്മ ഇരുന്നു. കുഞ്ഞാറ്റിയും പാറും ചേച്ചി അച്ഛനും ഏട്ടനും പിന്നെ അനിയനും കണ്ണൻകുട്ടി ഓരോക്കെ ഇരുത്തിട്ടോ ആദ്യം. അങ്ങനെ ഓരോക്കെ ഇരുന്നിട്ടുണ്ട്. ശരിക്കും നമ്മളവിടെ ഒരു പരിപാടിയിൽ നമ്മൾ അച്ഛൻ ഇവിടെ അല്ലാത്ത വലിയൊരു കുറവായിട്ട് തോന്നിട്ടോ. എന്താ പറയുക, ആരൊക്കെ ഉണ്ടായിട്ടും കാര്യമല്ലല്ലേ, നമ്മളെ ഒരാളില്ലെങ്കിൽ അതൊരു വല്ലാത്ത കുറച്ചിൽ തന്നെയാണ്. അപ്പോൾ ഈ പറയണത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു പത്തിരിക്ക് ഓർഡർ കിട്ടിയിട്ട് ഞാനത് പുറത്തുനിന്നല്ലേ ഉണ്ടാക്കി വാങ്ങിയത്. അപ്പോൾ അനിയൻ പറയുന്നു ഇത്ര നല്ല പത്തിരി എനക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയാൽ പോരെയെന്നില്ലേ, നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല നൈസ് പത്തിരിയാണ് കേട്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എനക്ക് ഉണ്ടായിക്കൂടെയല്ലേ ചേച്ചി എന്നൊക്കെ പറയുന്നു. എന്തായാലും നല്ല രസമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കഴിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എന്തായാലും എന്തുണ്ടാക്കിയാലും അഭിപ്രായങ്ങൾ പറയും കേട്ടോ. പിന്നെ കൂടുതലായിട്ടും അഭിപ്രായം പറയാം നമ്മളിവിടുത്തെ അച്ഛനാണ്. അപ്പോൾ അച്ഛനെ കഴിഞ്ഞിട്ടേ ആരും അഭിപ്രായം പറയുള്ളൂ കേട്ടോ. അപ്പോൾ അച്ഛൻ ഇല്ലെങ്കിലും ഇന്നത്തെ ദിവസം എല്ലാവരും പറഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പത്തിരിയും ചിക്കൻ കറിയൊക്കെയാണ് ആദ്യം ഓല് കഴിച്ചിട്ടുള്ളത്. പിന്നെ അങ്ങനെ ബിരിയാണിയൊക്കെ എടുക്കണുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അമ്മയ്ക്ക് കുറച്ച് ചിക്കൻ ബിരിയാണി കൊണ്ട് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ ഈ ബിരിയാണി പൊട്ടിച്ചത് കേട്ടോ. അതുവരെ സത്യത്തിൽ മറന്നിട്ടുണ്ട്, ഒരു ബിരിയാണി ഉള്ളൂ എന്നുള്ള ഒരു ധാരണയിൽ നിൽക്കുകയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് പൊട്ടിച്ചെടുത്തു. അപ്പോൾ ചിലരൊക്കെ എങ്ങനെ ഈ ഒരു ചിക്കൻ്റെ മുകളിലേക്ക് തന്നെ അങ്ങോട്ട് ചോറിടലുണ്ടല്ലോ. ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത് കേട്ടോ. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതും ഒരു തട്ടിക്കൂട്ട് ബിരിയാണി എന്നല്ല, നല്ല അടിപൊളി ബിരിയാണി തന്നെയായിരുന്നേ. അപ്പോൾ അത് ഞാനൊരു പ്ലേറ്റിലേക്ക് കുറച്ച് ചോറും ചിക്കനൊക്കെ എടുത്തിട്ട് അമ്മയ്ക്കും കൂടിയും കൊണ്ടു കൊടുത്തു കേട്ടോ. അപ്പോൾ ആർക്കും ഒരു ഫീലിംഗ് വേണ്ട, എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയലില്ലേ, എനിക്കിത് ഉണ്ടാക്കണേ കൊണ്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇവിടെ ഏട്ടൻ എപ്പോഴും പറയും ഉണ്ടാക്കലാണ് എനിക്ക് വലിയ ഇത്, പക്ഷേ എങ്കിൽ തിന്നണമെങ്കിൽ എനിക്ക് കുറച്ച് പണിയാണെന്നൊക്കെ പറയും കേട്ടോ. പക്ഷേ ഇത് മറ്റുള്ളവർ കഴിക്കണ കാണുമ്പോൾ അത് ഭയങ്കര സന്തോഷം. അപ്പോൾ തന്നെ നമ്മളെ വയറ് നിറയും പറഞ്ഞില്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ശരിക്കും എനിക്ക് കഴിക്കാൻ തന്നെ തോന്നണില്ല കേട്ടോ. കുറേ വെള്ളവും അതും ഇതൊക്കെ കുടിച്ചിട്ട് കഴിക്കാൻ തന്നെ തോന്നണില്ല. അപ്പോൾ കണ്ണൻകുട്ടിയാണെങ്കിൽ ഇവിടെ കുറേശ്ശെ ഓരോ പറ്റെടുത്തിട്ടാണ് തിന്നണത്. ക്യാമറ കണ്ട ഓരോ കോപ്രായങ്ങൾ കാണിക്കും കേട്ടോ. ആൾ പാവമാണ്, നല്ല കുട്ടിയാണ്, നല്ല അനുസരണമുള്ള കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഓരൊക്കെ അവിടെ കഴിക്കട്ടെ. അപ്പോഴേക്കും ഞാനിതാ സച്ചമോനുള്ളതൊക്കെ പാക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ബിരിയാണി ഒരു കവറിലാക്കി, പിന്നെ തരിക്കഞ്ഞി ആക്കിയിട്ടുണ്ട്, പിന്നെ സമോസയും പത്തിരിയും അതേപോലെ ചിക്കൻ കറിയും എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ടാക്കിയതൊക്കെ ഓനാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓന് വരാൻ പറ്റാത്തതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ പിന്നെ ഓൻ എന്തായാലും വരും കേട്ടോ. അപ്പോൾ ഓനുള്ളതൊക്കെ ഓരോ കവറിലാക്കി. അപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നു, പാത്രങ്ങൾ എല്ലാവരും കൊണ്ടുപോകും, 2 വീട്ടുകാരും കൊണ്ടുപോകും, പക്ഷെ കൊണ്ടുവന്നേറിൽ ഒരു കുറവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും കവറിലാണ് എല്ലാവർക്കും ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞിരുന്നു കുറേ പാത്രം ഉണ്ട് എടുത്തിയമ്മ അവിടെ നിന്ന് കൊണ്ടുവരാൻ, ഞാൻ കൊണ്ടുവരണ്ട കേട്ടോ, ഞാൻ വരുന്ന സമയത്ത് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകൊണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെ ഉള്ളതൊക്കെ ഞാൻ എല്ലാവർക്കും 2 വീട്ടിലേക്ക് കൊണ്ട് കൊടുത്തയച്ചിട്ട് എനിക്കിവിടെ ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ അങ്ങനെ കൂടുന്നതൊക്കെ അല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുത്തയക്കാൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരുക്കുള്ളതൊക്കെ ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞാറ്റേനെയും കണ്ണൻകുട്ടീനെയും കണ്ണൻ കൊണ്ടേക്കാണ് കേട്ടോ. നമ്മളെ തറവാട് അടുത്ത് തന്നെയാണ്. അപ്പോൾ ഒരുക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോ കൊണ്ടേക്കണം. അതിൻ്റെ ഇടയ്ക്ക് ചെറിയമ്മ വിളിക്കുകയും ചെയ്തിരുന്നു കേട്ടോ, ഒരമ്മ വിളിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ കണ്ണൻകുട്ടീനെയും കുഞ്ഞാറ്റേനെയും കൂടി കൊണ്ടേക്ക് വരട്ടി അറിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റയൊക്കെ തരുന്നുണ്ട്, ഉമ്മയൊക്കെ തരുന്നുണ്ട്. ആൾ നല്ല ഉഷാറാണ് കേട്ടോ. അപ്പോൾ ഓന് ശരിക്കും പോവാൻ പോതില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പിന്നെ ഓരെയൊക്കെ കൊണ്ടേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് ഇതാക്കണേ ഏട്ടനും ചേച്ചിയും പാറവും കൂടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരുക്കാണെങ്കിൽ കുറച്ച് ദൂരം അങ്ങോട്ട് എത്താനില്ലേ.
അപ്പോൾ ശരിക്കും ഈ ഒരു പരിപാടിയിൽ എൻ്റെ ചെറിയ അനിയനും സച്ചമോനും ഇവിടുത്തെ അച്ഛയും ഓരോ 3 ആളൊരു കുറവ് നല്ലോണം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരെയും കൂടിയും കിട്ടിയിട്ട് പരിപാടി നടക്കലുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഓർക്കുള്ളതൊക്കെ ആക്കി കൊടുത്ത് ഓല അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് ഓര് പോയി. അത് കഴിഞ്ഞിട്ട് കഴിക്കണോ കഴിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാനും മിന്നും കണ്ണനും നന്ദും അമ്മയും അനുമോളും കൂടെ ഇരുന്നു കേട്ടോ. അപ്പം അമ്മയ്ക്ക് നല്ല വിശപ്പൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഞങ്ങൾക്ക് ഈ നോമ്പ് എടുത്തിട്ടും പിന്നെ മിന്നു അപ്പ ഒരു ബിരിയാണി എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചപ്പോൾ പോക്കും തന്നെ വയറൊക്കെ ഫുള്ളായി എന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിക്കാനിരുന്നത്. അപ്പോൾ നന്ദു ആണെങ്കിൽ നന്ദു തന്നെ ബീഫും അല്ലാതെ കഴിക്കൂല കേട്ടോ. ഓൻ ഓരോ തോന്നലാണ്. അപ്പോൾ ഓൻ ചിക്കനാണ് അവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അമ്മയ്ക്കും തന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കൊടുത്തിട്ട് അമ്മയ്ക്കൊരു സംശയം, ഇതിൽ ബീഫിൻ്റെ സ്പൂൺ എങ്ങാനും ഇതിലിട്ടേന്നോ, എനിക്ക് വേണ്ടില്ലേന്ന് ബിരിയാണി എന്നൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞു അത്രയും ഇതിലാണ് ഞാൻ ഉണ്ടാക്കിയത്, അതിൽ ബീഫിൻ്റെ ഒന്നുമില്ല എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. അത്ര സംശയമാണ് അമ്മയ്ക്ക്. ബീഫ് കൊണ്ടുമ്പോൾ ഇങ്ങനെ വല്ലതും ഉണ്ടാക്കി കൊടുത്താൽ അമ്മയ്ക്ക് ഭയങ്കര സംശയമാണ്. അങ്ങനെ ഞങ്ങളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഏട്ടനും ചേച്ചിയൊക്കെ വന്നപ്പോൾ ഐസ്ക്രീം കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ആ ബേക്കറി എടുത്ത് നോക്കിയപ്പോൾ മിന്നുമാണ് കണ്ടത്. അപ്പോൾ പിന്നെ പൊട്ടിച്ചിട്ട് നന്ദൂട്ടിക്ക് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഓലൊക്കെ കഴിച്ചിരുന്നു. പിന്നെ അവർ ഇതാ പോവാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ. ഒരു പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു നേരം ഒരു 9:30 കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മൾ നേരത്തെ പിരിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാവരും. അപ്പോൾ ഓർക്കും തന്നെ കൊടുത്തയച്ചിട്ടുണ്ട്, അനിയൻ വരാത്തല്ലേ. അങ്ങനെ വീട് നിറച്ച ആളുണ്ടായിരുന്നു കേട്ടോ ഇതുവരെ. അപ്പം ഇനി ഓരൊക്കെ പോവുമല്ലേ, ഓരൊക്കെ പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മളൊറ്റയ്ക്കായി എന്ന് പറഞ്ഞില്ലേ. അപ്പം ഞങ്ങൾ എന്നാ വരിക എന്നൊക്കെ മിന്നിങ്ങനെ ചോദിക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ എന്തായാലും ചിലപ്പോൾ ഞായറാഴ്ചയൊക്കെ ആയിട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ 2 ദിവസമൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നമ്മളെ പായസ കച്ചവടം തുടങ്ങാനായില്ലേ, അതിൻ്റെ ലീവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നന്ദു ആണെങ്കിൽ ഓല് പോണത് കണ്ടിട്ട് ഇങ്ങനെ മടിച്ച് അവിടെ നിൽക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഓർക്ക് സത്യത്തിൽ എല്ലാവരും വരുമ്പോൾ ഓന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പോകുമ്പോൾ എന്തോ പോലെയാണ്. ഇപ്പോൾ ചേച്ചി ഓരൊക്കെ വരികയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ വരുന്ന സമയത്ത് ചിലപ്പോൾ ആരും വലിയ മൈൻഡൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ കുറേ സമയം കഴിഞ്ഞാലുള്ളൂ അവളോട് ഇങ്ങോട്ട് കൂട്ടാകുക. മിണ്ടാൻ ചിലപ്പോൾ ഭയങ്കര പണിയാണ്. ഫോണിൽ കൂടെ സംസാരിക്കാനും ഭയങ്കര മടിയുള്ള ഒരാളാണ് കേട്ടോ നന്ദു. അങ്ങനെ എന്തായാലും ഒരു യാത്രയൊക്കെ പറഞ്ഞ് ഓര് പോയി. നമ്മളെ ലക്കിക്ക് ബിരിയാണിയൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. ലക്കിക്ക് ഇന്ന് ബീഫ് ബിരിയാണി തന്നെയാണ് കൊടുത്തത്. ഓള് നല്ല സന്തോഷത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മളെ നന്ദു കിട്ടിയ ചാൻസിൽ ആ മണ്ണമ്മ കൂടെയൊക്കെ ഒന്ന് കയറിയിരുന്നു. പിന്നെ ഞാൻ വേഗം അകത്തേക്ക് കയറാൻ പറഞ്ഞപ്പോൾ കാലൊക്കെ കഴുകി അകത്തേക്ക് കയറി. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ചേച്ചി പോയപ്പോഴും പിന്നെ മിന്നിയൊക്കെ പോയപ്പോഴും ഒക്കെ കഴുകി വെച്ചു. ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഇതാക്കണേ അമ്മ കഴുകാൻ വേണ്ടി നിന്നതാണ്. അപ്പം ഞാൻ കഴുകാറുമ്പോൾ അമ്മ പറഞ്ഞു കുറച്ച് ഞാൻ കഴുകി തരാം, അപ്പോഴേക്കും ബാക്കിയൊക്കെ ഒഴിക്കാനുള്ളതൊക്കെ ഒഴിച്ചോ, പിന്നെ ഇത് കഴുകിക്കൊണ്ടേക്ക് തോനെ കഴുകാൻ വയ്ക്കൂല എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഒഴിക്കാനുള്ളതൊക്കെ ഒഴിച്ച് കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ നമുക്ക് ബാലൻസ് വരുമല്ലോ എന്തായാലും ചോറും കറികളൊക്കെ, അതൊക്കെ നേരെ എടുത്ത് വെച്ചു. പിന്നെ അതാ ഞാൻ പാത്രം കഴുകാൻ വേണ്ടി നിന്നിട്ടുണ്ട്. പിന്നെ ഞാനും അമ്മയും കൂടി വർത്താനൊക്കെ പറഞ്ഞ് പാത്രം കഴുകലും ഉള്ളത്തെ ക്ലീനിങ് മൊത്തം കഴിഞ്ഞു കേട്ടോ. 10:20 ആയപ്പോഴേക്കും എല്ലാ സംഭവങ്ങളും റെഡിയായി. അപ്പോൾ അമ്മയൊക്കെ വീട്ടിൽ നിന്ന് വന്നപ്പോഴേ കുറച്ച് മുരിങ്ങാക്കായും അതേപോലെ നാടൻ മാങ്ങ, ചെറിയ മാങ്ങ ഉണ്ടല്ലോ, അത് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതിന് പകുതി നമ്മളെ പാറൂന് കൊടുത്തയച്ചിട്ടോ പോയപ്പോൾ. പിന്നെ ഇതാകണേ അമ്മേനെ കമ്പനിയിൽ നിന്ന് ചെമ്പാ പുട്ടുപൊടി ഇല്ലേ, ആ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, അമ്മേനെ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. പിന്നെ അതാ ബാലൻസ് വന്ന സംഭവങ്ങളൊക്കെ പാത്രത്തിലാക്കിയിട്ട് ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലെ നമുക്ക് ചായ മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. കടിയും കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഉണ്ട്. പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ട്. പത്തിരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞാൻ 75-80 പത്തിരി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. എന്തായാലും ചോറും അതും എല്ലാം കൂടി ആകുമ്പോൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ടു കേട്ടോ. നമ്മളെ പഴയ പോലെ തന്നെയായി ഒക്കെ വൃത്തിയാക്കിയിട്ടു. അപ്പം അമ്മ ഇതാക്കണേ അമ്മയ്ക്ക് കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ കുപ്പിയിൽ കൊണ്ടുപോണത്. മക്കളും ഏട്ടനൊക്കെ അവിടെ മൊബൈൽ കാണാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ, നമ്മളെ നോമ്പ് തുറവീൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ കൂട്ടുകാരെ. അപ്പോൾ ഇങ്ങനെ നോമ്പ് എടുത്തിട്ടില്ലെങ്കിൽ എന്തായാലും കൂട്ടുകാരൊക്കെ ഒന്ന് നോമ്പെടുത്ത് നോക്കണം കേട്ടോ, നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്